ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ അറിഞ്ഞ കാര്യം അനിയത്തിയോട് വന്ന് നമ്മുടെ നവ്യ വളരെ വിശദമായി തന്നെ പറയുക. അതുമാത്രമല്ല, ഇന്ന് എനിക്ക് തരാൻ തുടങ്ങിയ ജ്യൂസിലും അവരെന്തോ പൊടി കലർത്തിയിരുന്നു എന്ന കാര്യവും നവ്യ പറയുവാണ്. പക്ഷെ അത് കുടിച്ചത് അഭിയ, അതിൻ്റെ റിസൾട്ടാണ് പിന്നെ കണ്ടതെന്ന കാര്യവും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ ചേച്ചി എന്ന് നയന പറയുമ്പോൾ, തൽക്കാലം ഇത് ആരോടും പറയണ്ട, ആദർശേട്ടനോട് പോലും ഇത് പറയണ്ട, അവൾക്ക് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് നവ്യ പറയുക. പിന്നെ അതിനെ അവൾ കംപ്ലൈൻറ്റ് ചെയ്യുകയോ ഇല്ലെന്ന് നോക്കട്ടെ, ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ വിഷയം ഇനി ചർച്ച ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ചേച്ചി ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടോ 5-ാം മാസ ചടങ്ങ് നടക്കില്ലായിരുന്നു എന്ന് നയന പറയുമ്പം, അതെ എൻ്റെ കുഞ്ഞും പോയേൻ എന്ന് നവ്യയും പറയുക. അതിനുശേഷവും അമ്മായിയെ പോലെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് കരയുന്ന എന്നെ ആയിരുന്നു അവൾക്കും അവളുടെ അമ്മയ്ക്കൊക്കെ കാണാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. അഭിയും ഇതിനൊക്കെ കൂട്ടുനിന്നല്ലേ ചോദിച്ചപ്പോൾ അവനും അവൻ്റെ അമ്മയ്ക്കും ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും എനിക്കതാ മനസ്സിലായതെന്നും. പക്ഷേ പാലിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടെ ചേർന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ അയച്ച ഗുണ്ടകളാണ് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതെന്നും ഈ 1-2 മാസത്തിനിടയിൽ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ഈ കുടുംബത്തിലും മറ്റുള്ളവർക്കും നമുക്കും വേണ്ടി ഇങ്ങനെ ഇവളുടെ വീട്ടുകാരും കൂടെ ചെയ്തിരിക്കുന്നതെന്ന് നയന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ അവളുടെ അച്ഛനെ തല്ലിയതിൻ്റെ ഇനിയിപ്പോൾ ഇവളെ തല്ലിയതിൻ്റെ ചുരുക്കം അവളുടെ അച്ഛൻ വന്ന് തീർക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ. അപ്പോൾ നമ്മളെ ക്രിമിനൽസ് ആയിട്ടാ ഈ വീട്ടിലുള്ളവർ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള പശ്ചാത്തലമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന അനാമികയും അവരുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും ക്രിമിനൽസ് തന്നെയാണെന്ന കാര്യം നയനയും പറഞ്ഞു. നമ്മളെക്കാളും കള്ളങ്ങൾ പറഞ്ഞ അനാമിക ഈ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നതെന്ന് നവ്യ ചോദിക്കുമ്പം ശരിയാണെന്ന് നയനയ്ക്ക് മനസ്സിലായി. അതിനുശേഷം എന്തൊക്കെ നാടകങ്ങൾ അവൾ കളിച്ചത്, അവൾക്ക് ഈ പറയുന്നത് പോലെ സമ്പത്തൊന്നും ഇല്ല നയനെ, എല്ലാ അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നവ്യ പറയുമ്പം, അനിയുടെ ജീവിതം തകരുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് ഇനിയിപ്പോൾ എരുതിയിൽ നമ്മൾ എണ്ണ ഒഴിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ, അനി ഒരു പാവം പയ്യനാ, നിന്നെ ആദർശേട്ടൻ വെറുത്ത സമയത്ത് പോലും അവൻ നിന്നെ വെറുത്തിട്ടില്ല. അങ്ങനെയുള്ള അവന് ഇതുപോലെ ഒരുത്തിയായിരുന്നോ കിട്ടേണ്ടതെന്ന് നവ്യ ചോദിക്കുമ്പം, അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവിച്ചു പോയില്ലേ, എന്നിട്ടും അനിയുടെ അമ്മ അവളുടെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുക എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം, അതിനവർ പഠിച്ചോളും. അമ്മായിയമ്മ മരുമകളെ തള്ളി പറയുന്ന ഒരു ദിവസം വരും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എത്രയെന്ന് പെട്ടെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കണ്ണു മൂടി കെട്ടാൻ പറ്റുക. എന്തായാലും എനിക്കിപ്പോൾ കുറേ സമാധാനമുണ്ട്. അതുപോലത്തെ നല്ല തല്ല ഞാൻ അവൾക്കിട്ട് കൊടുത്തതെന്ന കാര്യവും അവളുടെ കവളും തടവിക്കൊണ്ട് ഇരിക്കട്ടെ അവിടെ നിന്നും നവ്യ നയനയോട് പറയുക. കുറേ വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റം അവൾ ചെയ്തിരിക്കുന്നതെന്നും, പിന്നെ അതിനു പകരം ഇപ്പം ചെറുതായിട്ട് മേലൊന്ന് നൊന്തതല്ലേ ഉള്ളൂ, അതൊക്കെ അവൾക്ക് സഹിക്കാവുന്ന കാര്യമുള്ളെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. നയനയും ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നവ്യ നന്ദുവിനെ കാണാനായിട്ട് പോകുക. നന്ദുവിനെ കണ്ടു. ഇപ്പം നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, 5 മാസം പ്രായമായൊരു കുഞ്ഞ്. ഉറപ്പായിട്ടും ആ കുഞ്ഞ് പോകുമെന്ന് മാത്രമല്ല എൻ്റെ നില ആദർശേട്ടൻ്റെ അമ്മയെ പോലെ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തേനെ എന്നും നന്ദുവിനോട് വളരെ വ്യക്തമായി പറയുക. ചിലപ്പോൾ ഞാൻ മരിക്കുക പോലും ചെയ്തേനെന്ന്. അത് കേട്ടപ്പോൾ നന്ദു ഞെട്ടി കിട്ടോ. നന്ദു ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ മനസ്സുള്ളവർ ഈ നാട്ടിലുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ മോളെ പറയുന്നേ? സമാനതകളില്ലാത്ത ആരും കൊലകൾ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പെൺകുട്ടികൾ ഇപ്പം നമ്മുടെ നാട്ടിലില്ലേന്ന് ചോദിച്ചു നവ്യ. സ്നേഹിക്കുന്ന പയ്യന്മാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നവർ പോലും ഈ നാട്ടിലില്ലേന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത് വെറും ഒരു ചെറിയ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അനിയുടെ മുത്തശ്ശനെ പോലെ പണവും സ്വാധീനമുള്ള ഒരാളുടെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കണമെന്ന് നന്ദു പറഞ്ഞപ്പം, ഈ വലിയ വലിയ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറലോകം അറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്ന് നവ്യ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പുറത്തറിഞ്ഞാലേ ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാകുന്ന അഭിയുടെ മുത്തശ്ശന് തന്നെയാണെന്നും, അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ മൂടി വെച്ച് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നവ്യ പറഞ്ഞ്, ഈ സംഭവം പോലീസ് കേസ് ആയെന്നിരിക്കട്ടെ, പോലീസുകാർ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യത്തില്ലേന്ന് ചോദിച്ചു. അവസാനം അനന്തപുരിയിലെ ഇളയ മരുമകളാണ് പ്രതിയെന്നറിഞ്ഞ എന്തായിരിക്കും സ്ഥിതിയെന്നൊക്കെ ചോദിക്കുകയാണ്.
അവള് പ്രതിയാകുമ്പോൾ കൂട്ടുപ്രതികളും എന്തായാലും ആ കുടുംബത്തിൽ ഉണ്ടാകുമല്ലോ. അതിൽ മിക്കവാറും അവളുടെ അച്ഛനും അമ്മയും മാത്രമല്ല, അനിയുടെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും എല്ലാവരും ഉൾപ്പെട്ടെന്നിരിക്കുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് ചേച്ചി പറഞ്ഞത് ശരിയാ. മുൻപൊരു ദിവസം എന്നെ കുറെ കുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കിയില്ലേ, അതിന്റെ പിന്നിലും ഈ അനാമികയും അവളുടെ അച്ഛനും തന്നെയാണെന്ന് നന്ദു പറഞ്ഞപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് ഒരു സൗജന്യവും ചെയ്തു കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്കെന്നും പറഞ്ഞു നവ്യക്ക് ഭയങ്കര ദേഷ്യം. നീ തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്നും നവ്യ പറയൂ കേട്ടോ. പിന്നെ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തിട്ടാ നിന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്നും നവ്യ നന്ദുവിനോട് പറയുക. എങ്കിലും ഇതൊക്കെ വെറുതെ തള്ളിക്കളയാൻ പറ്റുമോ മോളെ? ഒരിക്കലും പറ്റില്ല. നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ നയനിയെ പല രീതിയിലും വേദനിപ്പിക്കാനും നോക്കുന്നില്ലേ? ഇതൊക്കെ എങ്ങനെ സഹിക്കും? നിന്നെ സ്നേഹിച്ച അനിക്കാണെങ്കിലോ അവൾ ഒരു സ്വസ്ഥതയും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അവൻ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അവർ തമ്മിൽ നല്ല രീതിക്കൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. അതെനിക്ക് നല്ല സംശയം ഉണ്ടെന്നും നവ്യ പറയാം. അങ്ങനെയുള്ളപ്പോൾ അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തില്ലേ ചേച്ചി? നയനിയേച്ചി പിടിച്ച് തള്ളിയപ്പോൾ തന്നെ അന്ന് എനിക്ക് വന്ന ദേഷ്യം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. എന്നാലും അത് പോരായിരുന്നു മോളെ. നമ്മുടെ വീടിനകത്ത് വന്നിട്ടല്ലേ സുഖമില്ലാത്ത നയനിയെ നാണം കെട്ടവളെ പിടിച്ച് തള്ളിയത് അല്ലേ? അവളെ സ്നേഹിക്കുന്ന അനിയുടെ വല്യമ്മയ്ക്ക് അവള് കരള് കൊടുക്കാത്തതോ പോട്ടെ, ഇത്തിരി രക്തം പോലും കൊടുത്തില്ലല്ലോ അവള്. എന്നിട്ടാ നല്ല പിള്ള ചമഞ്ഞവള് നടക്കുന്നത്. ഞാൻ ഇന്ന് നല്ല 4 പൊട്ടിച്ചിട്ടുണ്ട്. അത് പോരാന്നാ എൻ്റെ അഭിപ്രായം എന്ന് നവ്യ പറയുമ്പോൾ തല്ല് കിട്ടേണ്ടതേ അവൾക്കല്ല, തല്ലുകൊള്ളാൻ പാകത്തിന് അവളെ വളർത്തിയ ചിലരില്ലേ ചേച്ചി, അവർക്കാ. നമ്മുടെ വീട്ടിൽ വന്ന് അയാൾ ഒരു ദിവസം ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. അനാമികയുടെ അച്ഛനെന്ന് പറയുന്ന അയാളെ ഒരു ഭൂലോക തരികടയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും അതിനുള്ള ശിക്ഷ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കിട്ടിയേ പറ്റുമെന്നും നവ്യയോട് നന്ദു തറപ്പിച്ചു പറയുക. അങ്ങനെ നന്ദു എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. മോൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി. നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അനാമികയുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അനാമികയുടെ വീട്ടിൽ വന്നു, പരിസരമൊക്കെ ഒന്ന് നോക്കി. ഹെൽമെറ്റൊക്കെ വെച്ച് മുഖമൊക്കെ മറച്ചാണ് 3 പേരും കൂടെ വന്നേക്കുന്നത്. എടാ നീയും ഹെൽമെറ്റ് വെക്കുന്നു പറഞ്ഞ് അങ്ങനെ 3 പേര് ഹെൽമെറ്റൊക്കെ വെച്ച് മുഖം മറച്ചു. അതിന് ശേഷം ഗേറ്റും മതിലും ചാടിക്കടന്നിവർ അകത്ത് കയറി ചെന്നിട്ട് കോളിംഗ് ബെല്ല് ഭയങ്കര ശബ്ദത്തിൽ അങ്ങ് നിർത്താതെ അടിച്ചു. അപ്പോഴേക്കും 2 മുതലും കൂടെ വരുക. ഇതാരാ ഈ നേരത്ത് വരുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആരാന്ന് നോക്കാം എന്ന് പറഞ്ഞ് വേണു അങ്ങ് ചെല്ലുമ്പം അതെ വാതിൽ തുറക്കണ്ട, വല്ല കള്ളന്മാരും ആയിരിക്കും എന്ന് പറഞ്ഞപ്പം ഈ വീട്ടിൽ ഏത് കള്ളന്മാർ വരാനടി, നീ വാ എന്നും പറഞ്ഞ് തല്ല് ചോദിച്ച് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക വേണു. അപ്പോൾ അതെ ഡോറ് തുറക്കണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ നീ ചുമ്മാ പേടിക്കാതെ രേവതി, ഒരു കുഴപ്പവും ഇല്ല എന്നും പറഞ്ഞ് കയ്യിലൊരു പിച്ചാത്തി എടുത്തിട്ട് നമ്മുടെ വേണു ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞ് ചെല്ലുക. നീ വാ എന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ചെന്ന് വാതിൽ തുറന്നപ്പം അവിടെ എങ്ങും ആരെയും കണ്ടില്ല. കയ്യിലെ പിച്ചാത്തിയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോണേ കേട്ടോ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തീർന്നില്ല. പിച്ചാത്തി പൊക്കി പിടിച്ച കൈക്കിട്ട് തന്നെ നമ്മുടെ നന്ദു പത്തൽ വെച്ച് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. പിന്നെ അവനവിടെ തൃശ്ശൂർ പൂരമായിരുന്നു. ആട്ടിച്ചിടിച്ച നന്ദുവും കൂട്ടുകാരും കൂടെ വലിയ പത്തലിന് ആട്ടിച്ചാടിച്ച് ഇഞ്ച പരുവാക്കുവാണ് അവനെ അടിച്ച് ഒന്നിനും കൊള്ളാത്തവനാക്കി. അതുപോലെ തന്നെ രേവതിയെയും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി നമ്മുടെ നന്ദു അയ്യോ 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 എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. പിന്നെ ഇത്രയും കൊടുത്തിട്ട് നന്ദുവും കൂട്ടുകാരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. വേണുവിന് അനങ്ങാൻ പറ്റുന്നില്ല. വേണുവിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞു. വേണു ഇങ്ങനെ അവിടെ കിടക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെയും ആദർശിനെയുമാണ്. 2 പേരും കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ നയന പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പോരുമ്പോൾ ആദർശ് എഴുന്നേറ്റു. നീ എങ്ങോട്ട് ഇപ്പോഴും എഴുന്നേറ്റ് പോകുന്നതെന്നും ചോദിച്ച് എനിക്ക് കുളിച്ചിട്ട് ഒരുപാട് ജോലിയുണ്ടെന്ന് നയന പറയും. അപ്പോൾ ഇപ്പോഴേ ജോലി ചെയ്യാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്നും അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക നീ അടുക്കളയിൽ കയറണ്ടെന്നുള്ള കാര്യമെന്ന് ആദർശ് പറഞ്ഞു. എങ്കിലും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണ്ടേ, അതുപോലെ മുറ്റത്ത് കോലം വരയ്ക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസമേ ഇതൊക്കെ ഇത്തിരി വൈകി ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിനക്ക് തലചുറ്റലൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങുക, ഉറക്കം കുറഞ്ഞാലും ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ഞാനതിന് നന്നായിട്ട് ഉറങ്ങിയല്ലോ, 6 മണിക്കൂർ മുകളിൽ, പിന്നെന്താ കുഴപ്പമെന്ന് ആദർശിനോട് നയന ചോദിക്കുമ്പം ആദർശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കാം. ഇപ്പം കുഴപ്പം എനിക്കല്ല എന്ന് പറഞ്ഞു നയന. അതെ എനിക്ക് തന്നെയാണ് കുഴപ്പം, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്ന് കിടക്കാൻ പറഞ്ഞ് നയനയും കെട്ടിപ്പിടിച്ച് വീണ്ടും ആദർശ് ഇങ്ങനെ കിടക്കുക. അങ്ങനെ 2 പേരും അവിടെ കിടക്കുമ്പോൾ അപ്പച്ചേക്കാളും ഇപ്പോൾ പരദൂഷണം പറയുന്നതേ എളിമയാണെന്നും എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് കുറഞ്ഞു കിട്ടുമെന്നും പറഞ്ഞ് ആദർശ് നയനയോട് പറഞ്ഞു.
നീ വീണ്ടും അടുക്കളപ്പണി ചെയ്യാൻ തുടങ്ങിയാലേ പിന്നെ അതിനേ നിനക്ക് സമയം കിട്ടുമെന്ന് പറയുക. അപ്പം അമ്മയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാമെന്നാണോ പറയുന്നതെന്ന് നയന ചോദിക്കുമ്പോൾ ചെയ്യിക്കുന്നതല്ലല്ലോ, അമ്മ സ്വയം ഏറ്റെടുത്തതല്ലേ എന്ന് ആദർശ് ചോദിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കിടക്കണം. ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അമ്മയ്ക്ക് വിശ്വാസമില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് നയന പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല. അസുഖം വന്നതിന് ശേഷമേ അമ്മയ്ക്ക് തന്നെ എല്ലാവർക്കും വെച്ച് വിളവണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക്. അതാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ജോലിക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞിട്ടും അമ്മ സമ്മതിക്കാത്തതാ. അതുകൊണ്ടാ നിന്റെ മുന്നിലെ ഇനി ഇഷ്ടം പോലെ സമയമാണ് കിടക്കുന്നത്. നീ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാം, അതിനെ നല്ല ഡിമാൻഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ വിഷുവൊക്കെ വരുമല്ലേ, ജ്വല്ലറികളിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള സമയമാണെന്നും ആ സമയത്ത് നീ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളെ ഒരുപാട് വിറ്റു പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് പറഞ്ഞു. നിന്റെ കഴിവിനെ ആ സമയത്ത് ഞാൻ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്തോളാം. മൂർത്തി ജ്വല്ലറിക്കൊപ്പം എൻ്റെ ഭാര്യയും നന്നായിട്ടങ്ങ് വളരട്ടെ എന്നൊക്കെ ആദർശ് നയനയോട് പറയുക കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുന്നു. ഈ സമയത്ത് അടുക്കളയിൽ ജാനകി ചേച്ചി പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നു. ജാനകിയാണെങ്കിൽ മുഖമൊക്കെ ഏത് നേരവും ഇങ്ങനെ ഉമ്മെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ദേവയാനി ഒരു ചിരിയൊക്കെ ചിരിച്ച് അടുക്കളയിലേക്ക് വരുക കേട്ടോ. അപ്പോൾ ജാനകി നിന്ന് ചെയ്യുന്നത് ദേവയാനി കാണുവാണല്ലോ. അപ്പോൾ ദേവയാനിക്ക് സന്തോഷമായി. ഇന്ന് ഏതായാലും നേരം വെളുത്തപ്പോൾ ദേവയാനി അടുക്കളയിൽ കയറിയല്ലോ, ജാനകി അടുക്കളയിൽ കയറിയല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ ദേവയാനി നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഏട്ടത്തെ കണ്ടപ്പം അവൾ തിരിച്ചു വന്നതിന് ശേഷമേ വലിയ ഡിമാൻഡാ, അടുക്കളയിൽ കയറാതെ മാറി നിൽക്കുക എന്ന് ജാനകി ദേവയാനിയോട് പറയുമ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതുമാത്രമല്ല അവൾ അടുക്കളയിൽ കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ദേവയാനി. അപ്പം പിന്നെ നമ്മൾ അവൾക്ക് വെച്ചു വിളമ്പി കൊടുക്കണ്ടേ എന്ന് ജാനകി. നമ്മളുണ്ടാക്കുന്നത് അവൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ദേവയാനി. അവൾക്ക് അവളുടെ ചേച്ചിക്ക് വേണ്ടത് അവളുമാരുണ്ടാക്കി കഴിക്കട്ടെ എന്ന് ജാനകി പറയുമ്പം അടുക്കളയിൽ ഇനി മുതൽ നമ്മൾ കയറിയാൽ മതി. നമ്മൾ ഈ വീടിൻ്റെ മരുമക്കളായി വന്നപ്പോൾ ജോലിക്കാരിക്കൊപ്പം അമ്മയല്ലായിരുന്നോ ഏത് സമയത്തും അടുക്കളയിൽ? അതുപോലെ നമ്മളും ഇനി അടുക്കളപ്പണിയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എന്താ ഏട്ടത്തിക്ക് ഇങ്ങനെയൊരു മാറ്റം എന്ന് ജാനകി ചോദിച്ചു. അങ്ങനെ മാറണമെന്നേ പുരോഹിതനാ പറഞ്ഞതെന്ന് ദേവയാനി പറഞ്ഞു. ഓ അത് ശരിയല്ലേ എന്നും പറഞ്ഞ് ജാനകി നിൽക്കും കേട്ടോ. എൻ്റെ മരുമകളോട് എനിക്ക് സ്നേഹമൊന്നുമില്ല, പക്ഷെ സ്നേഹത്തോടെ പോയില്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ച വരുമെന്നാ പുരോഹിതൻ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം ദേവയാനി ജാനകിയോട് പറയൂ കേട്ടോ. അങ്ങനെ അവളുടെ വായടപ്പിക്കാനായിട്ടാണ് ദേവയാനി നോക്കുന്നത്. ചിലരുടെ ജാതകമേ അങ്ങനെയായിരിക്കും. അവൻ്റെ സ്വഭാവം എത്ര നല്ലതല്ലെങ്കിലും അവരുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് അവർക്ക് ചില സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്നും പിന്നെ ഞാൻ ആലോചിച്ചപ്പം അത് ശരിയാണെന്ന് എനിക്കും തോന്നിയെന്നും പറയാം. അവളും അവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അതെല്ലാം അവളുടെ പ്രാക്കാണെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. അവളെ കഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞു എന്നുള്ള കാര്യവും ദേവയാനി പറയും കേട്ടോ. അത് പിന്നെ അവളോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കി പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി ഇവളെ ആട്ടിച്ച് പരത്തുക ശരിക്കും മന്ദബുദ്ധിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അന്നേരം എന്തായാലും അവൾക്കും അവളുടെ ചേച്ചിക്ക് അത് കാര്യമായി. അവളുടെ ചേച്ചി മുന്നേയും അടുക്കള കയറാറില്ല, ഇപ്പം തീരെയും ഇല്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ട ഗതികേടിലായി എന്ന് ജാനകി പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നീ പൊയ്ക്കോ ജാനകി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അസുഖക്കാരിയായ ഏട്ടത്തി അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്തരുതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നതെന്ന് ജാനകി അന്നേരം പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഈ വീട്ടിൽ അധികപ്പറ്റായിട്ടായിരിക്കുന്ന രണ്ടുപേർ മരുമക്കൾക്ക് വെച്ച് വിളമ്പുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടെന്ന് ജാനകി. അത് തൽക്കാലം സഹിച്ചല്ലേ പറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അനാമിക ഓടി വന്നു. അമ്മേ, അച്ഛനും അമ്മയും ഇന്നലെ വീട്ടിൽ കയറി ആരോ തല്ലി എന്നും പറഞ്ഞു. തല്ലിയോ? ആരാ മോളെ എന്ന് ചോദിച്ചോട്ട് ജാനകി. അപ്പോൾ ആരാന്ന് അറിയത്തില്ല, ഇപ്പം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ മോളൊരു കാര്യം ചെയ്യാം, അനിയൻ വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞ് ഞാനും അങ്ങോട്ടേക്ക് വരാമെന്ന് ജാനകി പറയുക. അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടോ മോളെ എന്ന് ചോദിക്കും കേട്ടോ നമ്മുടെ ദേവയാനി. അന്നേരം അവർക്ക് ശത്രുക്കളായിട്ട് വല്യമ്മയുടെ മരുമോളും അവളുടെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ എന്ന് അനാമിക പറഞ്ഞപ്പോൾ നന്ദുവിനെ ആരോ ഇടയ്ക്ക് തട്ടിക്കൊണ്ട് പോയായിരുന്നല്ലോ, അത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണെന്നാ അവളുമാർ പറയുന്നതെന്ന് അനാമിക. അതിന് പകരമാണോ ഇത് ചെയ്തതെന്ന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പം എന്തായാലും മോള് പെട്ടെന്ന് പോയിക്കോ, അവനെ കൂട്ടിക്കോ എന്നും പറഞ്ഞ് അനാമികയെ പറഞ്ഞു വിട്ടു ജാനകി. അന്നേരം ഒരുത്തി കാരാട്ടയും കളരിപ്പറ്റൊക്കെ ആയിട്ട് നടക്കല്ലേ, അവളും അവളുടെ കൂട്ടുകാരും കൂടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ചേട്ടത്തി എന്ന് ജാനകി പറഞ്ഞപ്പം സത്യം അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ലേ ജാനകി എന്ന് ദേവയാനി നേരം പറഞ്ഞു. എന്തായാലും പോലീസ് കേസെടുത്ത് കാണുമല്ലോ, അവരന്വേഷിക്കട്ടെ.
അപ്പോൾ അത് കഴിയുമ്പോൾ പ്രതികൾ ആരാണെന്നൊക്കെ മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു. മുട്ടച്ചി അനി എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് പറഞ്ഞ് നടക്കുക. അതിനുവേണ്ടി അവൾ എൻ്റെ മരുമകളെയും അവളുടെ വീട്ടുകാരെയും നമുക്കെതിരാക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുക ഏട്ടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇത് കേട്ടപ്പം യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ജാനകി അതൊന്നും ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞു ദേവയാനി. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ അത് അനാമികമോള് തന്നെയായിരിക്കും, അല്ലാതെ അർഹതയില്ലാതെ ഈ വീടിനകത്തേക്ക് കയറി രണ്ടെണ്ണത്തിന് പിന്നാലെ മൂന്നാമത്തവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ദേവയാനിയോട് പറഞ്ഞിട്ട് ഭയങ്കര കറിവയ്ക്കൽ അവിടെ പോയി കിടന്നു. അപ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ വീട്ടിൽ കയറാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവളാ എൻ്റെ മരുമകള്, ഈ അനന്തപുര തറവാടിൻ്റെ അന്തസ്സ് മുറുകെ പിടിക്കുന്നവള്. അതിനി എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലെന്ന് അവിടെ ഇരുന്ന് നമ്മുടെ ദേവയാനി ഉറച്ച് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അഭിമാനത്തോടെ പറയുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കൈയൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന വേണുവിനെ കേട്ടോ, തലയിലും വലിയൊരു കെട്ടൊക്കെ ഉണ്ട്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം രേവതി. ഏതായാലും അനാമികയും നമ്മുടെ അനിയും വന്നു കഴിഞ്ഞു. അനിയായതൊക്കെ കണ്ട് സന്തോഷിക്കുക, രണ്ട് പിശാചിന് കിട്ടിയല്ലോ എന്ന് ഓർത്ത്. അവർ 3 പേരുണ്ടായിരുന്നു, 2 ആണും 1 പെണ്ണുമായിരുന്നു എന്ന കാര്യം പറയുവാണ് വേണു. ഹെൽമെറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് ആളെ മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ ആ പെണ്ണ് നന്ദു ആണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ രേവതി പറഞ്ഞു കേട്ടോ. ഏയ് അവളൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് അനി പറഞ്ഞു. എന്താന്ന് ഇത്ര ഉറപ്പ്? അവൾ കരാട്ടയും കളരിപ്പറ്റൊക്കെ കഴിഞ്ഞതല്ലേ, 4-5 ആണുങ്ങൾ വന്നാലും തല്ലി ഒതുക്കാൻ അവൾക്ക് കഴിവുണ്ടെന്ന് അനാമിക. അങ്ങനെ ഒരുത്തിയല്ലാതെ വേറെ ആരും ഈ ഗേറ്റ് ചാടിക്കിടന്ന് ഇവിടെ വരില്ല എന്ന് പറഞ്ഞപ്പം ആളെ കാണാതെ വെറുതെ മറ്റുള്ളവരെ സംശയിക്കരുത് കേട്ടോ എന്ന് അനി അന്നേരം അനാമികയോട് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട്. എന്നാൽ അവരായിരിക്കും ഇത് ചെയ്തതെന്ന് അനി. അപ്പോൾ അനിയുടെ ഏട്ടത്തിയും നന്ദുവും തന്നെയാണെന്ന് ഉറപ്പിക്കല്ലേ എന്ന് വേണു ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് അവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇരട്ടത്ത് വന്ന് തല്ലുന്ന സ്വഭാവം നന്ദുവിനോ കൂട്ടുകാർക്കോ ഇല്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചെയ്യും, അതാണ് അവരുടെ രീതിയെന്ന് അനി പറഞ്ഞപ്പം അതൊക്കെ ഇവരങ്ങ് കാണാപ്പാടമാണെന്ന് അനാമിക. ഞാൻ കുറേ കാലം അവർക്കൊപ്പം ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞ് നമ്മുടെ അനി പറയൂ കേട്ടോ. എന്തായാലും നല്ല തല്ലായിരുന്നു എന്ന് രേവതി. നല്ല രസമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. പുറമേ കാണുന്ന ഈ പരിക്കല്ല, മർമ്മം നോക്കിയാൽ അവർ പെരുമാറിയിരിക്കുന്നതെന്ന് വേണു പറയുവാണ്. കൂടെ വന്ന പയ്യന്മാരെക്കാളും ശക്തമായ അടിയായിരുന്നു പെണ്ണിൻ്റേതെന്നും പറഞ്ഞ് എല്ലാം വിശദീകരിച്ചു കൊടുക്കാം. എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കട്ടെ, എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കട്ടെ എന്ന് പറയുമ്പം എന്നാൽ പിന്നെ അതാ നല്ലത്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറി കിട്ടുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാവേ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുക. അനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഓന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ കയറലും കൂവലുമായിട്ട് എഴുന്നേറ്റ് വരുവാണ്. ആ സമയത്ത് അതെ എന്തിനാ അച്ഛാ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ പോയത്? കംപ്ലൈൻ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല മോളെ, പരിചയമുള്ളൊരു പോലീസുകാരൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അയാളോട് വിവരം പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്നാൽ കേസില്ല എന്ന് പറഞ്ഞേക്കാൻ അനാമിക പറയുക. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ നോക്കുക. അതെന്താ? ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നില്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അവളുമാർ അറിഞ്ഞ കാര്യം? അപ്പോഴേക്കും അച്ഛനും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നമ്മളാണ് പാലിൽ വിഷം കലർത്തിയതെന്ന് നവ്യം നയനയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക വേണു. ഇനി പോലീസുകാർ അന്വേഷിച്ചിട്ട് നന്ദുവിനെയും അവരുടെ കൂട്ടുകാരെയും എങ്ങാനും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അച്ഛനെയും അമ്മയെയും തല്ലിയതിൻ്റെ കാരണം വെളിപ്പെടുത്തും. അതോടെ എനിക്ക് അനന്തപുരിയിൽ നിന്നും പുറത്താകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ കേസൊന്നും വേണ്ട എന്ന് രേവതി. എന്തായാലും മോളൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ. വീടിനകത്ത് പേ പിടിച്ച നായ്ക്കളാണെങ്കിൽ പുറത്ത് എന്തിനും മടിക്കാത്ത പുലിക്കുട്ടികളാണ് ഉള്ളത്. നന്ദുവിൻ്റെയും അവളുടെ കൂട്ടുകാരുടെയും കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഇനി ഹെൽമെറ്റ് ഇട്ട് വന്ന പയ്യന്മാരിൽ അവനും കാണുമോ? ആര്? അനി ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ എൻ്റെ മരുമോൻ, അവനും കാണുമോ എന്നാ ചോദിച്ചത്. പറയാനൊന്നും പറ്റത്തില്ല മോളെ, അവനും നമ്മളോട് നല്ല ദേഷ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ആ കൂട്ടത്തിൽ അവനില്ല, അവൻ ഇന്നലെ രാത്രി മുഴുവനും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, തല്ല് മുറ പോലെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ മോളെ. എന്ത് ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും കൂട്ടുകാരും കൂടി ഇരുന്ന് സംസാരിക്കുക. എടാ ഇതിപ്പോൾ പോലീസ് അന്വേഷണം വല്ലതും ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ, അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചു പറയാമല്ലോ. ആദരച്ചേട്ടൻ്റെ അമ്മ തലനാരിഴയ്ക്കല്ലേ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അത് കേസായോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇത് കേസാക്കിയാൽ അത് നമുക്ക് കുത്തിപ്പൊക്കാം എന്നും കൂട്ടുകാർ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അനിയെ കണ്ടപ്പോഴേക്കും അനി വന്നല്ലോ എന്നും പറഞ്ഞിവർ ഭയങ്കര സന്തോഷം. അപ്പോൾ പൊളിച്ച് മച്ചന്മാരെ പൊളിച്ച് കൈ കൊടുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുക്കും അനി വന്ന്. അപ്പോൾ നന്ദു
എന്താ ഇനി ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മായിയമ്മയ്ക്കും അമ്മായിയച്ഛനും നല്ല തല്ല് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ അനി പറയാം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആരാടാ അത് ചെയ്തേ? അപ്പോൾ രണ്ടും ആണും ചേർന്ന് അവരെ തല്ലി ഒതുക്കിയെന്നാ അവർ പറഞ്ഞതെന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിനോടും കൂട്ടുകാരോടും ഒരു ക്ലൂ ഇട്ട് കൊടുത്ത് അനി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ. നന്ദി.